അപ്പോൾ ഗേസ് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. രാവിലെ തന്നെ എഴുന്നേറ്റു, ഡോറ് തുറന്നു, നോക്കുമ്പോൾ നല്ല മഴ. എന്താ മഴ! പിന്നെ നേരെ അടുക്കളയിലോട്ട്. ഇതാണ് സ്ഥിരം കലാപരിപാടി. നോക്കുമ്പോൾ ദോശ ഉണ്ടാക്കുന്നുണ്ട്. മോൻ അവൻ്റെ കലാപരിപാടി ഏർപ്പെട്ടിട്ടുണ്ട്. അവൻ രാവിലെ തന്നെ എഴുന്നേക്കും. ദോശ മാത്രമല്ല കേട്ടോ, ഇഡ്ഡലി ഉണ്ട്. അതും വെറൈറ്റി കളറിൽ. ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ, അപ്പോൾ 3 കളറിൽ ദോശയുണ്ട്, ഇഡ്ഡലി ഉണ്ട്. അത് കഴിഞ്ഞ് അവനെ മഴയൊന്ന് ചാറി കുറഞ്ഞപ്പോൾ മുടി വെട്ടിക്കാൻ കൊണ്ടുപോയി. മുടി വെട്ടി സുന്ദരനായി. പിന്നെ ഉച്ചക്കുള്ള കലാപരിപാടി. മഴ തന്നെയല്ലേ, എവിടെയും പോകാൻ പറ്റിയില്ല. ഞാൻ ഉണ്ടാക്കിയ ഓംലെറ്റാണ്, അങ്ങനെയായിപ്പോയി. ചോറ് എടുത്ത് നോക്കുമ്പോൾ ഇതാ അവൾ പിന്നെയും ഡിസൈന്, അതും ഇന്ത്യൻ പതാക പോലെ തന്നെ. പിന്നെ മഴയൊക്കെ ചോർന്നപ്പോൾ ഇതേ കാപ്പാട് ബീച്ചിലേക്ക് വെറുതെ ഒന്ന് പോയി. വെറുതെ അല്ല, അവൻ്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു, അതായത് ഫോട്ടോഷൂട്ട്. ഇതാ നല്ല തിരയും നല്ല മഴയുണ്ടായിരുന്നു ആ സമയത്ത്. ഇപ്പം മഴയില്ല. ഇപ്പം ഞങ്ങൾ മഴയില്ലാത്ത സമയം നോക്കി പോയതുകൊണ്ട് അവിടെയുണ്ട്. ഇതെൻ്റെ സെൽഫി വീഡിയോ. അത് കഴിഞ്ഞിട്ട് അതാ അവൻ്റെ ഫോട്ടോഷൂട്ട്. ഡ്രസ്സൊക്കെ മാറി, അവൻ്റെ വണ്ടി. ഇവനാണ് DJ, നമ്മുടെ സ്വന്തം കൂട്ടുകാരൻ. അവനാണ് ഫോട്ടോഗ്രാഫർ. കുറേ ഫോട്ടോസ് ഉണ്ട്, എല്ലാവർക്കും കാണാം, കുഴപ്പമില്ല. അവൻ്റെ ബർത്ത്ഡേ ആണ്. അതെല്ലാം കഴിഞ്ഞ് മീനൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വന്നു. മീൻ കറി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഇത് മീൻ പൊരിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അവൾ തന്നെ മസാല ഉണ്ടാക്കിയത്. പിന്നെ മീൻ പൊരിച്ച മീൻ എനിക്ക് ഭയങ്കര താല്പര്യമാണ്. അതിൽ ഞാൻ കൈ കടത്തിയിട്ടുണ്ട്. മസാല ഞാനാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ മസാലയൊക്കെ മിക്സ് ചെയ്ത് മീൻ മസാല റെഡിയായി. മീൻ മസാല റെഡിയായി. കറിയുടെ മുളകിട്ട മീൻ കറി, അത് സൂപ്പറല്ലേ. അപ്പോൾ മീൻ പൊരിച്ചു തുടങ്ങിയിട്ടുണ്ട്. തല അളിയനും കഴിക്കാമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒഴിവാക്കില്ല. അടിപൊളിയാണ്.